ഹായ്, നമ്മൾ ഇന്ന് ഇതേപോലത്തെ ഒരു ഫോൺ കവറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ പഴയ ഫോൺ കവറൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള പുതിയ ഫോൺ കവറാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ അതിന് ഡ്രോയിങ്ങോ പെയിൻറ്റിങ്സോ ഒന്നും അറിയണമെന്നില്ല, വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഡിഫറെൻറ്റ് ആയിട്ടുള്ള അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റും ബ്ലൂ ആണ്. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പിൽ കുറച്ച് എമൗണ്ട് വീതം ഞാൻ ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഫോൺ കവറിൻ്റെ മുകളിൽ ഇതേപോലെ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളറിന് മുകളിൽ മറ്റൊരു കളറൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെയിൻറ്റ് ഒട്ടും തന്നെ ഉണങ്ങി തുടങ്ങാൻ പാടില്ല കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. എന്നാലേ ആ ഒരു വർക്കിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പങ്ങയുടെ തണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോ ആയാലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ ഊതി കൊടുക്കുക കേട്ടോ. ഓരോ സൈഡിൽ നിന്നും പല സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു ഡിസൈൻ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പെയിൻറ്റ് ബ്രഷോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫോൺ കവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഊതി കൊടുക്കുമ്പോൾ അത് എല്ലായിടത്തേക്കായിട്ടും സ്പ്രെഡായിട്ട് വന്നോളും. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു വർക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫോൺ കവർ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനിപ്പോൾ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത്. അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കൈയുടെ ആ ഒരു വിരൽപ്പാടൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീട്ടിൽ പഴയ ഫോൺ കവറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്